നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫുട്ബോൾ ടൂർണമെന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവം. മൂളിയാർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തളങ്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വിയർപ്പോ ചോരയോ ചിന്താതെ രാജ്യത്ത് സാമ്പത്തിക വിപ്ലവം കൊണ്ടുവന്ന നേതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് MM ഹസൻ. പിണറായി മന്ത്രിസഭ CPMന്റെ അവസാനത്തെ മന്ത്രിസഭയെന്ന് BJP ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് പടിക്കൽ മാർച്ചും ധർണയും നടത്തി. ശമ്പള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ പട്ടിണി സമരം നടത്തി. വാർത്തകൾ വിശദമായി. ഫുട്ബോൾ ടൂർണമെന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഹർത്താൽ മൂളിയാർ പഞ്ചായത്തിൽ പൂർണ്ണം. ബോവിക്കാനത്ത് ഫുട്ബോൾ കളിയെ ചൊല്ലി ക്ലബ്ബ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. പൊവ്വലിലെ അബ്ദുൽ ഖാദറാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കളായ അഫിയാത്ത്, സത്താഹ് എന്നിവർക്കൊപ്പം പൊവ്വലിൽ നിന്നും ബോവിക്കാനം ടൗണിലെത്തിയതായിരുന്നു അബ്ദുൽ ഖാദർ. ഈ സമയം ഒരു സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഫിയാദ്, സത്താദ് എന്നിവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് മൂളിയാർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. മരിച്ച അബ്ദുൽ ഖാദർ വെള്ളിയാഴ്ച വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു. മൂന്നുപേരുണ്ടായിരുന്നു. ഇവരെന്തോ ഹോസ്പിറ്റലിൽ ദുബായിൽ പോകാൻ വേണ്ടി എന്തോ വാങ്ങാൻ വേണ്ടി പോയത്, പോയിക്കാനത്തേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഏകപക്ഷമായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞത്. ഇപ്പം ഇന്ന് സംഘർഷാവസ്ഥയോ പിന്നെ ഒരു പ്രാദേശിക പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ പ്രശ്നത്തിൻ്റെ തുടർച്ചയായിട്ടാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇന്നലെ പറഞ്ഞു നിർത്തിരുന്നത് അവിടെ. ഇന്നലെ ഈ ക്ലബ്ബായിട്ട് പ്രശ്നം പറഞ്ഞു നിർത്താണ്. അടുത്ത പ്രാദേശികമായിട്ടുള്ള CPMന്റെയും ലീഗിന്റെയും ക്ലബിന്റെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞു നിൽക്കുമ്പോഴേക്ക്. ആദൂർ CA സിബി തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതി നസീറിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. നസീർ എത്താൻ സാധ്യതയുള്ള ഒളിത്താവളങ്ങൾ, ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പോലീസ് തിരച്ചിൽ നടത്തിയത്. മരിച്ച അബ്ദുൽ ഖാദറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഖബറടക്കി. സംഭവത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. SSA ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. വിനോദിനി C, TE അബ്ദുള്ള, രവിവർമ്മ, KM മുഹമ്മദ് ബഷീർ, മനോജ് K, TA ഷാഫി, സുഹറ K തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കറൻസി നിരോധനത്തിലൂടെ ജനജീവിതം കഷ്ടത്തിലാക്കിയ ഈ കാലഘട്ടത്തിൽ ഒരു തുള്ളി വിയർപ്പോ ചോരയോ ചിന്താതെ രാജ്യത്ത് സാമ്പത്തിക വിപ്ലവം കൊണ്ടുവന്ന നേതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് ജനമൈത്രി സുസ്ഥിര മിഷൻ ചെയർമാൻ MM ഹസൻ. പെരിയയിൽ ഇന്ദിരാഗാന്ധി വിഷൻ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കറൻസി നോട്ട് നിരോധനത്തോടെ ജനജീവിതം കഷ്ടത്തിലാക്കിയ ഈ കാലഘട്ടത്തിൽ ഒരു തുള്ളി വിയർപ്പോ ചോരയോ ചീന്താതെ രാജ്യത്ത് സാമ്പത്തിക വിപ്ലവം കൊണ്ടുവന്ന ലോകം കണ്ട കരുത്തയായ നേതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് ജനശ്രീ സുസ്ഥിര മിഷൻ വികസന ചെയർമാൻ MM ഹസൻ പറഞ്ഞു. പെരിയയിൽ ഇന്ദിരാഗാന്ധി വിഷൻ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കുകളെ ദേശസാൽക്കരിച്ചതിലൂടെ സമ്പദ്ഘടനയിൽ പുതുവിപ്ലവം കൊണ്ടുവരാൻ കഴിഞ്ഞ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി. പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ദിരാഗാന്ധിയുടെ നാമത്തിലുള്ള ട്രസ്റ്റ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കണമെന്ന് MM ഹസൻ പറഞ്ഞു. അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഉദ്ധരിക്കാനും ഉയർത്താനുമുള്ള വിപ്ലവകരമായ ഭരണ പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ സമൂഹം ഇന്നും വിലയിരുത്തുന്നത്. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് PBC നായർ അധ്യക്ഷനായി. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടന്നു. K കുഞ്ഞിരാമൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം P ഗംഗാധരൻ നായർ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വെബ്സൈറ്റ് ഉദ്ഘാടനം പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ നിർവഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഗുജറാത്ത് ശ്രീ സൗപർണിക എക്സ്പോർട്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ RK നായർ മുഖ്യാതിഥിയായി. പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് T രാമകൃഷ്ണൻ, പഞ്ചായത്തംഗങ്ങളായ K കുമാരൻ, ഷാഹിദ റാഷിദ്, A സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ രോഗബാധയില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന വിഷയത്തിൽ ഡോക്ടർ ലതീഷ് ക്ലാസ് എടുത്തു. ജനറൽ കൺവീനർ പ്രമോദ് പെരിയ സ്വാഗതവും വൈസ് ചെയർമാൻ KB ഗോപാലൻ നന്ദിയും പറഞ്ഞു.
അക്രമ രാഷ്ട്രീയത്തിന് പ്രോത്സാഹനം നൽകുന്ന പിണറായി മന്ത്രിസഭ CPMന്റെ അവസാനത്തെ മന്ത്രിസഭയായി ചരിത്രത്തിൽ ഇടം നേടുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കുമ്പള ടൗണിൽ നടന്ന ബലിദാന ദിനാചരണം BJP സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജയ് ജയ് യുവമോർച്ച, ധീര ധീര ജയ കൃഷ്ണ, ധീര ധീര ജയ കൃഷ്ണ. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് സ്വന്തം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഞാൻ എന്റെ പ്രവർത്തകരോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ കൈപ്പത്തി വെട്ടിയെടുക്കാൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ജയരാജൻ എന്ന് പറയുന്ന മതയാന ആഹ്വാനം കൊടുത്തപ്പോ അത് രഹസ്യമായി അനുവദിച്ചു കൊടുത്ത നേതാവാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആർക്കാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ അറിയാത്തത്? അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ആഹ്വാനം കൊടുത്തു. എന്താണെന്നറിയുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുത്ത ആഹ്വാനം കാരായി രാജന്മാരെ രക്ഷിക്കാൻ വേണ്ടി കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാവം RSSന്റെ പ്രവർത്തകനെ പിടിച്ചുകൊണ്ടുപോയിട്ട് 3-ാം മുറ ഉപയോഗിച്ച് ഭേദ്യം ചെയ്ത് അങ്ങനെ പറയിച്ചിരിക്കുകയാണ് പോലും. എന്താ? കള്ളമൊഴിയെടുത്തിരിക്കുകയാണ് ആ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ അധ്യക്ഷത വഹിച്ചു. സത്യജിത്ത് സൂറത്തിൽ, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, M സഞ്ജീവ് ഷെട്ടി, മടിക്കൈ കമ്മാരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് പടിക്കൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരളത്തിലെ 2 ലക്ഷത്തോളം വരുന്ന വയറിംഗ് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന വൈദ്യുതി കണക്ഷന്റെ പുതിയ അപേക്ഷാ ഫോറം പിൻവലിക്കുക, അംഗീകൃത വയറിംഗ് തൊഴിലാളികളുടെ ജോലി ഉറപ്പുവരുത്തുക, കേരളത്തിലെ 2 ലക്ഷത്തോളം വരുന്ന വയറിംഗ് തൊഴിലാളികളെയും അവരെ ആശ്രയിച്ച് കഴിയുന്ന 5 ലക്ഷത്തോളം കുടുംബങ്ങളെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KEWSA പ്രവർത്തകർ കലക്ടറേറ്റ് പടിക്കലേക്ക് ധർണ നടത്തിയത്. KEWSA സംസ്ഥാന എക്സിക്യൂട്ടീവ് TV കുമാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണൻ കൊണ്ടോടി, അനിൽകുമാർ T, മാത്യു ജോൺ, PP രവീന്ദ്രൻ, രഘുനാഥൻ, KP ശശി, സാബു പരപ്പ, ആന്റണി ജെയിംസ്, മധുസൂദനൻ P നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ശമ്പള വിതരണം ട്രഷറി വഴിയാക്കുന്നതിനു സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുക, ശമ്പള ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO അസോസിയേഷൻ പട്ടിണി സമരം നടത്തി. ജീവനക്കാരുടെ ശമ്പളമല്ല ട്രഷറി വഴി വിതരണം ചെയ്യും. നവംബർ മാസത്തെ ശമ്പള വിതരണം താറുമാറായതിൽ പ്രതിഷേധിച്ചാണ് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ ട്രഷറിക്ക് മുമ്പിൽ പട്ടിണി സമരം നടത്തിയത്. സമരം NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ കള്ളപ്പണക്കാരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരെ തുറുങ്കിലടക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ 55ഓളം ആളുകളുടെ 7100 കോടി രൂപയാണ് കടമായി എടുത്തിട്ടുള്ള 7100 കോടി രൂപ എഴുത്തള്ളുകൊണ്ടായി. PV രമേശൻ, P ദാമോദരൻ, KC സുജിത് കുമാർ, ലോകേഷ് MP, KM ജയപ്രകാശ്, AT ശശി, കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്മനാട് ലാബ് കോംപ്ലക്സ് ഉദ്ഘാടനം മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് വലിയ തെറ്റുകളില്ല. 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ നമുക്ക് സമൂഹത്തിൽ പൊതുവെ ആലോചിക്കാവുന്നതാണ്. വലിയ മാറ്റങ്ങൾ സാമൂഹ്യമായി ഉണ്ടായി, സാമ്പത്തികമായി ഉണ്ടായി. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസപരമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. വിവിധങ്ങളായ മേഖലകളിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാം മാറ്റത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പോൾ കഴിയുന്നു എന്നത് ഒരു വലിയ സന്തോഷമായി കാണുകയാണ്. ഉദുമ MLA ശ്രീ K കുഞ്ഞിരാമന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിനെ ലാബ് കെട്ടിടം നിർമ്മിച്ചത്.
സ്കൂൾ പ്രിൻസിപ്പൽ ജയരാജ് കോടോത്ത്, ഉദുമ MLA കെ കുഞ്ഞിരാമൻ, സി സുരേഷ്, നാരായണൻ വടക്കനിയ, AGC ബഷീർ, സുഫൈജ അബൂബക്കർ, ഷാനവാസ് പാദൂർ, താഹിറ താജുദ്ദീൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ജില്ലാ ഇന്റർ സോണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. പൈക്കയിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ പ്രമുഖ ടീമുകൾ മത്സരിക്കും. ഫ്രണ്ട്സ് സർക്കിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൈക്കയാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യമരുളുന്നത്. ജില്ലയിലെ 7 സോൺ മത്സരങ്ങളിൽ നിന്നും വിജയിച്ച 1ഉം 2ഉം സ്ഥാനക്കാരാണ് ഇന്റർ സോണൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 7 സോണലുകളിൽ നിന്നായി 14 ടീമുകൾ പൈക്കയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മാറ്റിടിക്കും. വെള്ളിയാഴ്ച ലീഗ് മത്സരങ്ങളും ശനിയാഴ്ച ക്വാർട്ടർ ഫൈനലും ഞായറാഴ്ച സെമി ഫൈനലും നടക്കും. ഉദുമ MLA കെ കുഞ്ഞിരാമൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാനം നെല്ലിക്കുന്ന MLA നിർവഹിക്കും. മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി കൺവീനർ BR ഗോപാലൻ KCN ന്യൂസിനോട് പറഞ്ഞു. ഫ്രണ്ട് സർക്കിൾ പൈക്കയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഇന്റർ സോണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പൈക്കയിൽ വെച്ച് നടക്കുകയാണ്. ഡിസംബർ 2, 3, 4 തീയതികളിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇന്റർ സോണൽ മത്സരം കാസർഗോഡ് ജില്ലയിലെ 7 സോണൽ മത്സരങ്ങളിൽ വിജയിച്ച റണ്ണറും വിന്നറുമായ ടീമുകളാണ് നമ്മൾ ഈ പൈക്കയിൽ മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ 7 സോണലുകളായി 14 ടീമുകൾ നമ്മൾ ഈ സോണൽ മത്സരത്തിൽ മാറ്റിവെക്കും. ഇന്നത്തെ ദിവസം ലീഗ് മത്സരമാണ് നടക്കുന്നത്. രണ്ടാം തീയതിയായ ഇന്നത്തെ ദിവസം ലീഗ് മത്സരമാണ് നടക്കുന്നത്. 3-ാം തീയതി ക്വാർട്ടർ മത്സരങ്ങളും മൂന്നാമത്തെ ദിവസം അതായത് 4-ാം തീയതി 2 സെമി ഫൈനലും ഒരു ഫൈനൽ മത്സരം നടക്കുകയാണ്. വോളിബോളിന്റെ ഈറ്റിലവും പോറ്റിലവുമായ പൈക്കയിൽ ആദ്യമായി നടക്കുന്ന ജില്ലാ ഇന്റർ സോണൽ ചാമ്പ്യൻഷിപ്പ് നാടിന് ഉത്സവ പ്രതിച്ഛായ പകർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCN. എന്ന് വരും മെഡിക്കൽ കോളേജ്? UDFും LDFും സ്വകാര്യ മെഡിക്കൽ ലോബികളെ സഹായിക്കുന്നതാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ പണി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത്. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. ഇതിനായി പല സമരങ്ങളും BJP യുവമോർച്ച പ്രവർത്തകർ അവിടെ നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിലെ അനിശ്ചിതത്വം തുടരുകയാണെങ്കിൽ BJP പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്. ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ്. പല സമരങ്ങളും BJP അവിടെ നടത്തിയിട്ടുള്ളതാണ്, യുവമോർച്ച നടത്തിയിട്ടുള്ളതാണ്. ഇങ്ങനെ അനിശ്ചിതമായിട്ട് ഈ സ്തംഭനം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP പ്രത്യക്ഷ സമരത്തിലേക്ക് വീണ്ടും ഇറങ്ങും എന്ന് മുന്നറിയിപ്പ് സർക്കാരിന് നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. UDFനും LDFനും സ്വകാര്യ മെഡിക്കൽ ലോബികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള താൽപ്പര്യമാണ് മെഡിക്കൽ കോളേജിന്റെ പണി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ UDFും LDFും ഇവിടെ സ്വകാര്യ മെഡിക്കൽ ലോബികളെ സഹായിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് മംഗലാപുരം മെഡിക്കൽ കോളേജ് ലോബികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യമാണ് ഇതിലുള്ളത്. നിക്ഷിപ്ത താല്പര്യമാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. അത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നാഷണൽ ഹൈവേ 17 ആക്ഷൻ കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 3, 4 തീയതികളിൽ വാഹന പര്യടന ജാഥ നടത്തും. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് ഹാരിഷ് വാസുദേവൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 3 കേരള കർണാടക അതിർത്തി പ്രദേശമായ തലപ്പാടിയിൽ നടക്കുന്ന പരിപാടി കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് ഹാരിഷ് വാസുദേവൻ ഉദ്ഘാടനം ചെയ്യും. നിലവിലുള്ള 2 വരിപ്പാതയെ അടിയന്തരമായി 4-8 വരിപ്പാതയായി ഉയർത്തി റോഡിനോടനുബന്ധിച്ചുള്ള സർക്കാർ അധീനതയിലുള്ള 30 മീറ്റർ സ്ഥലത്ത് നിർമ്മിക്കുക, അശാസ്ത്രീയമായ അലൈൻമെന്റ് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ വാഹന പര്യടന ജാഥ നടത്തുന്നത്. ഡിസംബർ 4 വൈകുന്നേരം 5 മണിക്ക് കാലിക്കടവിൽ നടക്കുന്ന സമാപന സമ്മേളനം B. സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. MN കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ನಿರ್ಮಾಣದಲ್ಲಿ ಕೇರಳದಾದ್ಯಂತ ಒಂದೇ ನೀತಿ ಪಾಲಿಸಬೇಕು, ಅಧಿಕಾರಿಗಳ ಅಮಿತ ಆವೇಶ ಮತ್ತು ಅಸತ್ಯ ಪ್ರಚಾರವನ್ನು ಕೊನೆಗೊಳಿಸಬೇಕು ಎಂಬ ಬೇಡಿಕೆಗಳನ್ನು ಮುಂದಿಟ್ಟುಕೊಂಡು NH17 ಆಕ್ಷನ್ ಕೌನ್ಸಿಲ್ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಕಮಿಟಿ ಇದರ ಅಧ್ಯಕ್ಷರಾದ B. ಸಾಬಿಯಾಜಿ ಅವರ ಮುಂದಾಳತ್ವದಲ್ಲಿ ವಾಹನ ಪ್ರಚಾರ ಜಾಥಾ
ಡಿಸೆಂಬರ್ 3-4 ತಾರೀಕುಗಳಲ್ಲಿ ಜಿಲ್ಲೆಯ ತಲಪಾಡಿಯಿಂದ ಕಾಲಿಕಡವಿನವರೆಗೆ ನಡೆಯಲಿರುವುದು. ഷെയ്ഖ് മൊയ്തീൻ, ബി മുഹമ്മദ്, ഉസ്മാൻ കടമ്പാർ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തുമിനാട് സിറാജുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി അൽ ഫസാഹ് ജുമാ മസ്ജിദിൻ്റെ ആഭിമുഖ്യത്തിൽ 3-4 തീയതികളിൽ മതപ്രഭാഷണവും വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സദസ്സും നടത്തും. പരിപാടിയോടനുബന്ധിച്ച് ഇസ്ലാമി സ്ത്രീയുടെ മഹത്വം എന്ന വിഷയത്തിൽ മുതുകുട അബ്ദുൽ ഖാദർ സക്കാത്തി പ്രഭാഷണം നടത്തി. ഉദ്യാവാരം 1000 ജമാഅത്ത് ഖത്തീബ് അബ്ദുൽ സലാം മദനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ഖാദർ മുസലിയാർ കുക്കാജിയ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂരിൽ BSNL ടവറിന് അജ്ഞാതർ തീവച്ചു. 1/2 കോടിയോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ടവറിൽ പ്രവർത്തിച്ചിരുന്ന റിലയൻസ്, ജിയോ, എയർടെൽ എന്നിവയുടെ ഔട്ട്ഡോർ യൂണിറ്റ് കേബിളുകൾ പൂർണ്ണമായും BSNL കേബിളുകൾ ഭാഗികമായും കത്തിനശിച്ചു. ടവറിന് താഴെയുള്ള ക്യാബിനും പൂർണ്ണമായി തീയെടുത്തു. 1 കോടി രൂപയോളം നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ഓല, മണ്ണെണ്ണ, മരക്കഷ്ണങ്ങൾ, ചകിരി എന്നിവ ഉപയോഗിച്ച് തന്ത്രപരമായി കേബിളുകൾക്ക് തീയിടുകയായിരുന്നു. കേബിളുകളിലൂടെയാണ് ക്യാബിൻ, ടവർ എന്നിവയിലേക്ക് തീ പടർന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചന്തേര പോലീസും തൃക്കരിപ്പൂർ ഫയർഫോഴ്സും എത്തി തീ അണയ്ക്കുകയായിരുന്നു. നീലേശ്വരം CI വി ഉണ്ണികൃഷ്ണൻ, ചന്തേര SI അനൂപ് കുമാർ എന്നിവരും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. BSNL ഓഫീസിന്റെ മതിൽ ചാടിക്കടന്നായിരിക്കണം തീവച്ചയാൾ അകത്ത് കടന്നത് എന്നാണ് സംശയിക്കുന്നത്. കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ഒരു മധ്യവയസ്കനെ കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. സുരക്ഷയുടെ ഭാഗമായി ഒരു വാച്ച്മാൻ മാത്രമാണ് ഇവിടെയുള്ളത്. CCTV അടക്കമുള്ള മറ്റു സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. 6 മാസം മുമ്പ് ചെറുവത്തൂരിലെ വൈദ്യുതി സബ്സ്റ്റേഷനിൽ നിന്നും പിലിക്കോട് ഫീഡറിലേക്കുള്ള വൈദ്യുതി കേബിളുകൾ സമാനമായ രീതിയിൽ തീവച്ച് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അന്ന് തീ ആളിപ്പടർന്നതിന് മുമ്പ് അണയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ചെറുവത്തൂർ കാനറ ബാങ്കിന് സമീപമുള്ള സ്വകാര്യ ടവറും തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം അനിഷ്ട സംഭവങ്ങളിലെ ദുരൂഹത കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. UDF ചെറുവത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മടക്കരയിൽ പ്രതിഷേധ യോഗം ചേർന്നു. നോട്ട് പിൻവലിച്ച് ജനജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര സർക്കാരിനും റേഷൻ വിതരണം നിർത്തലാക്കിയ സംസ്ഥാന സർക്കാരിനും എതിരെയായിരുന്നു പ്രതിഷേധം. ലത്തീഫ് നീലഗിരിയുടെ അധ്യക്ഷതയിൽ മടക്കരയിൽ സംഘടിപ്പിച്ച UDF പ്രതിഷേധ യോഗം അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിലെ ജനങ്ങളെ ഇറക്കുന്ന യാചകരാക്കി മാറ്റിക്കൊണ്ടുള്ള എവിടെയെങ്കിലും ഈ രൂപത്തിലുള്ള ഭരണപരമായ നീക്കവുമായി ഏതെങ്കിലും ഭരണാധികാരി പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് ബോധമുണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ബോധമുണ്ടോ? ഏതെങ്കിലും ഒരു കാലഘട്ടത്ത് ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു കഥകളെങ്കിലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ എന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഈ യോഗത്തിലൂടെ ചോദിക്കുകയാണ്. അൻസാരി തില്ലങ്കേരി മുഖ്യ പ്രഭാഷണം നടത്തി. KV സുധാകരൻ, TP അഷ്റഫ്, EK മുഹമ്മദ് ഹാജി, AA റഹീം ഹാജി, TV ഉമേശൻ, V നാരായണൻ, രാജേന്ദ്രൻ പയ്യാടക്കത്ത് എന്നിവർ സംസാരിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണി ചെറുവത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ യോഗം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനദ്രോഹ നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നത് എന്ന് നേതാക്കൾ ആരോപിച്ചു. ക്ലായിക്കോട് സർവീസ് സഹകരണ ബാങ്ക് കർഷക സെമിനാർ സംഘടിപ്പിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി മോഹനൻ മേച്ചേരിക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. 37 വർഷത്തെ സേവനത്തിനു ശേഷം ബാങ്കിൽ നിന്നും വിരമിക്കുന്ന മോഹനൻ മേച്ചേരിക്കായിരുന്നു യാത്രയയപ്പ്. ബാങ്കിന്റെ ഉപഹാരവും ഉദ്ഘാടകൻ മോഹൻ മേച്ചേരിക്ക് സമ്മാനിച്ചു. കയ്യൂർ ചിമേനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് TV നാരായണൻ, ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K രവീന്ദ്രൻ, ഗ്രൂപ്പ് ഓഡിറ്റർ സോഹൻലാൽ, ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ M ഭരതവാര്യർ, MV കൃഷ്ണൻ, V കുഞ്ഞിരാമൻ മാസ്റ്റർ, മുൻ സെക്രട്ടറി K സുകുമാരൻ, കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ചെറുവത്തൂർ ഏരിയ പ്രസിഡന്റ് RK ജനാർദ്ദനൻ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മോഹനൻ മേച്ചേരി മറുപടി പ്രസംഗം നടത്തി. നേരത്തെ നടന്ന കാർഷിക സെമിനാർ KV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പടന്നക്കാട് കാർഷിക കോളേജിലെ പ്രൊഫസർ KM ശ്രീകുമാർ ശാസ്ത്രീയ കൃഷിരീതികൾ എന്ന വിഷയം അവതരിപ്പിച്ചു. 57ാമത് കുമ്പള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ജില്ലകളെല്ലാം വിജയിച്ചു. റവന്യൂ ജില്ലയിൽ വിജയിച്ച ഒരു സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്ത് നമ്മുടെ ജില്ലയിലെ വിജയികളുടെ ഒരു മാറ്റമൊരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേദിയാണ് ഈ സ്കൂൾ യുവജനോത്സവമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയും.
ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവത്തെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നാടിന്റെ മഹോത്സവമാക്കാനും സംഘാടക സമിതികളും ഉപസമിതികളും രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കുമ്പള ഉപജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വെക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 3000-ഓളം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 13ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 4-ാം തീയതി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 4-ന് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ജില്ലയിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തും. 4-ന് രാവിലെ 11:30-ന് മന്ത്രി E. ചന്ദ്രശേഖരൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കലക്ടർ K. ജീവൻ ബാബു മുഖ്യാതിഥിയാവും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PR ശശി ഗുരുക്കൾ, ജില്ലാ പ്രസിഡന്റ് EK സുനീഷ് ഗുരുക്കൾ എന്നിവർ സംബന്ധിച്ചു. 57ാമത് ഹോസ്തൃക് ഉപജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീണു. 5 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നത്. 5 ദിനങ്ങളിലായി നടന്നുവന്ന ഹോസ്തൃക് ഉപജില്ലാ കലോത്സവത്തിന് സമാപനമായി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. LP വിഭാഗത്തിൽ 3 വിദ്യാലയങ്ങൾ 1-ാം സ്ഥാനം പങ്കിടുകയുണ്ടായി. ഹോസ്തൃക് UBMC സ്കൂൾ, രാജപുരം ഹോളി ഫാമിലി സ്കൂൾ, നീലേശ്വരം JCS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയാണ് 1-ാം സ്ഥാനം നേടിയ വിദ്യാലയങ്ങൾ. ഹോസ്തൃക് ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 340 ഇനങ്ങളിൽ 3000-ലധികം കലാപ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. കലോത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച പ്രധാന വേദികളിൽ തിരുവാതിര, മാർഗംകളി, കൂടിയാട്ടം എന്നീ മത്സരങ്ങൾ അരങ്ങേറി. 2ാമത്തെ വേദിയിൽ മോഹിനിയാട്ട മത്സരവും അരങ്ങേറി. സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ഗൗരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. കഥാകൃത്ത് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ സമ്മാന വിതരണം നടത്തി. ചടങ്ങിൽ ഹോസ്തൃക് AO KV പുഷ്പ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫുട്ബോൾ ടൂർണമെന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവം. മൂളിയാർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തളങ്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വിയർപ്പോ ചോരയോ ചിന്താതെ രാജ്യത്ത് സാമ്പത്തിക വിപ്ലവം കൊണ്ടുവന്ന നേതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് MM ഹസൻ. പിണറായി മന്ത്രിസഭ CPM-ന്റെ അവസാനത്തെ മന്ത്രിസഭയെന്ന് BJP ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലക്ട്രേറ്റ് പടിക്കൽ മാർച്ചും ധർണയും നടത്തി. ശമ്പള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ പട്ടിണി സമരം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.